റെഡ് ഫോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പുണ്യഭൂമി. നമ്മളുടെ ഈ നേതാക്കന്മാരെയെല്ലാം, നമ്മുടെ രാഷ്ട്രത്തലവന്മാരെയെല്ലാം അടക്കം ചെയ്തിരിക്കുന്ന ഈ പുണ്യഭൂമി എന്ന് പറയുന്ന റെഡ് ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡൽഹിയിൽ വരുന്ന ഒരു വ്യക്തി പോലും ഈ പറഞ്ഞ പുണ്യഭൂമി കാണാതെ ആരും പോകില്ല. കാരണം അത്ര പരിപാവനവും പരിശുദ്ധവുമായ ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ചരൺ സിംഗിനെ പോലെയൊക്കെയുള്ള മുൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പല മുൻ പ്രധാനമന്ത്രിമാർ, അതുപോലെ പ്രസിഡന്റുമാർ ഒക്കെ അടക്കം ചെയ്തിരിക്കുന്ന പുണ്യഭൂമിയാണ്. അപ്പോൾ ഈ പുണ്യഭൂമിക്ക് ധാരാളം പ്രാധാന്യമുണ്ട്. ആ ഒരു പ്ലേസിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ മഹനീയതയും പവിത്രതയും എത്രയുണ്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സിരകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭാരത മണ്ണിൽ നവയുഗ വെളിച്ചം തന്നൊരു വീരൻ രാജീവ് ഗാന്ധി. യുവതൻ ഹൃദയേ സ്വപ്നങ്ങൾ നെയ്ത ശാസ്ത്ര സാങ്കേതിക. ഇത് രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. ഇതിന് പറയുന്നത് വീർഭൂമി എന്നാണ് കേട്ടോ. ഓരോ മഹത് വ്യക്തികളുടെയും അടക്കം ചെയ്തിരിക്കുന്നത് ഓരോ പേരിലാണ്. ഇതിന് രാജീവ് ഗാന്ധി അടക്കം ചെയ്തിരിക്കുന്ന പൂജ്യ സ്ഥലത്തിന് പറയുന്നത് വീർഭൂമി എന്നാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാലം ത്യാഗം ചെയ്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ കുറച്ച് സമയം ചെലവഴിക്കുവാനായിട്ടും ഒക്കെ വീഡിയോ ചെയ്യാനൊക്കെ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മുന്നണി നായകൻ. ശാന്തി തൻ താമരപ്പൂവിലായി ഇന്നും ഉറങ്ങും സ്നേഹമേ. നിൻ ത്യാഗസ്മരണയിൽ ഈ മണ്ണ് നിശബ്ദമായി വന്നിപ്പൂ. വീഴുമ്പോഴും ഉയരത്തിൽ പറന്ന ശാന്തി തൻ താമരപ്പൂവിലായി ഇന്നും ഉറങ്ങും സ്നേഹമേ. നിൻ ത്യാഗസ്മരണ